അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്ന ഡ്രൈവർമാരെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്രഷറി വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. കുറച്ച് നേരത്തേക്ക് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിപ്പും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടൻ രതീഷ്. നമ്മളോടുള്ളത് നമ്മുടെ സ്വന്തം രതീഷണ്ണാണ്. ഇന്ന് നമ്മൾ ക്രഷറി വെച്ച് രതീഷണ്ണെ കണ്ടുമുട്ടി. ഹബീബി എവിടെ ആയിരുന്നു? ഹബീബി ചോറ് കഴിക്കണ്ടേ? കപ്പലണ്ടി ഹബീബി കപ്പലണ്ടി ഒക്കെ കുറച്ച് ചോറ് കഴിച്ചാലോ? ചോറ് കഴിക്കാം. ഞാൻ ചോറ് എടുത്തോണ്ട് വരാം. അപ്പൊ നമ്മളിന്ന് പാഴ്സൽ മേടിച്ചു. സമയം അതിക്രമിച്ചുകൊണ്ട് കടയിൽ കയറി കഴിക്കാനൊന്നുമില്ല. പാഴ്സൽ നമ്മൾ ഒരു പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. അതുപോലെ രതീഷാണെന്നും പാഴ്സൽ മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യും. ഇന്ന് കഴിച്ചു തുടങ്ങിയ ആള് വരുന്നതിന് മുമ്പ് തുടങ്ങിയ ഓർത്തൊക്കെ വിരിച്ച് നമ്മളാ രതീഷണനും ഞാനും കൂടെ ഇന്ന് നമ്മൾ കണ്ട ഊണ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഊണിന്ന് വണ്ടിക്കകത്തിരുന്ന് വെച്ച് കഴിക്കാൻ പോവാം. നമുക്കാണ് എനിക്ക് വാഴയില ഊണാണ് കേട്ടോ. നല്ല വാഴയില പൊരിഞ്ഞ ഊണും. ഊണിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. മുട്ട പൊരിച്ചത്, കാള വറുത്തത്, ചമ്മന്തി, കോവയ്ക്കത്തോരൻ, അച്ചാറ്, നല്ല കുത്തരി ചോറും അതിൻ്റെ കൂടെ മീൻകറിയാണ് സാമ്പാറാണ്. ആ സാമ്പാർ, മീൻകറി, രസം. ഇന്ന് നമുക്ക് കൂട്ടിന് രതീഷണ്ണ ഉണ്ട് കേട്ടോ. ഇന്നത്തെ കൂട്ട് രതീഷണ്ണ. ആരെങ്കിലൊക്കെ എല്ലാ ദിവസവും കൂടെ കാണും. കാണാൻ വരട്ടെ. അതിലുണ്ട് രതീഷണ്ണ അതില. നമുക്ക് ഓംലെറ്റ് ഉണ്ട്. സിംഗിളാണോ? അതെന്ത് ഇത്രയേ ഉള്ളോ? മുട്ട വറുത്തുണ്ട്. അച്ചാറിലാണ് സാധനം വീണോണ്ടിരിക്കുക. എന്ത് സാധനം വീണുണ്ടല്ലോ. നല്ല കുത്തരി ചോറും മീൻകറിയും അതിനോട് മീൻ വറുത്തതും മുട്ട ഓംലെറ്റും വേണമെങ്കിൽ തോരനുണ്ടാക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അപ്പുറത്തെ ആളുടെ ഇലയിൽ കൈയിട്ട് വരത്തിരുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഒരു സുഖവും മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. രസം ദഹിക്കാൻ നല്ലതെന്ന് പറഞ്ഞോ. കടനായിരിക്കുന്നതിനേക്കാളും രസം ഇതാ. മഴയുണ്ട് തോരാനിട്ടേക്കുവാ. മഴ പെയ്ത് ചോറ് വെച്ചാൽ 2 കപ്പലണ്ടി ഉണ്ടോ? എന്ത് കപ്പലണ്ടി? ചോറ് വെച്ചാൽ ചോറ് കഴിച്ചിട്ട് മധുരമല്ലേ കഴിക്കണ്ടേ? അതിന് കപ്പലണ്ടി വെച്ചോ. കപ്പലണ്ടി മുട്ടായി മേടിച്ചോ. അപ്പോൾ ഇതുപോലെ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.